നമസ്കാരം. വിലക്കയറ്റത്തിനെതിരെ പ്രക്ഷോഭം ശക്തമാകുമ്പോൾ ഇറാൻ ഭരണകൂടം പ്രതിസന്ധിയിലാണ്. തെരുവിലെ പൊതുജനങ്ങളുടെ രോഷത്തിനും അമേരിക്കയുടെ കർശനമായ ആവശ്യങ്ങൾക്കും ഭീഷണികൾക്കും ഇടയിൽ നേതാക്കൾ കുടുങ്ങിയിരിക്കുന്ന അവസ്ഥയാണ്. പ്രക്ഷോഭം മുന്നോട്ടു പോവുകയും അമേരിക്ക ഇടപെടുകയും ചെയ്താൽ നിലവിലുള്ള അവസ്ഥ അപകടകരമായി മാറുകയും ചെയ്യും. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ജൂണിൽ 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം ഇറാന്റെ സാമ്പത്തികാവസ്ഥ കൂടുതൽ വഷളായിട്ടുണ്ട്. അതിനിടയിലാണ് പൊതുജനം ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങിയത്. ഇറാനിലെ പ്രതിപക്ഷ വെബ്സൈറ്റായ ഇറാൻ ഇന്റർനാഷണൽ ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾ പ്രകാരം ഇറാൻ ഭരണകൂടം ഏകദേശം 12,000 പ്രതിഷേധക്കാരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. പ്രതിഷേധക്കാരെ നേരിടാൻ രാജ്യത്ത് ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുകയാണ്. ടെലിഫോൺ സംവിധാനവും പ്രവർത്തനരഹിതമാണ്. ഇതോടെ പ്രതിഷേധങ്ങളെ നേരിടുന്നതിനെ കുറിച്ചും ആളപായത്തെക്കുറിച്ചുമുള്ള യഥാർത്ഥ വിവരങ്ങൾ പുറത്തു വരുന്നതും തടയപ്പെട്ടിട്ടുണ്ട്. 2,600 പേരെ അറസ്റ്റ് ചെയ്തതായി മനുഷ്യാവകാശ സംഘടനകളെ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത 26 വയസ്സുകാരനായ ഇർഫാൻ സോൾട്ടാനിയെ ഇറാൻ ഇന്ന് തൂക്കിലേറ്റുമെന്ന വിവരമുണ്ട്. മനുഷ്യാവകാശ സംഘടനയായ ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. പ്രതിഷേധക്കാരെ പലരെയും ഇതിനകം വെടിവെച്ച് കൊലപ്പെടുത്തിയെങ്കിലും ഇതാദ്യമായിട്ടാണ് പ്രക്ഷോഭങ്ങളിൽ അറസ്റ്റിലായ ഒരാളെ തൂക്കിലേറ്റുന്നതിന് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. വധശിക്ഷ നടപ്പിലാക്കുമെന്ന് ഇർഫാൻ സോൾട്ടാനിയുടെ കുടുംബത്തെ ഭരണകൂടം അറിയിച്ചതായി ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് വ്യക്തമാക്കുകയും ചെയ്തു. സമീപ ദിവസങ്ങളിൽ സിവിലിയൻ പ്രക്ഷോഭകരെ വ്യാപകമായി കൊന്നൊടുക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. മറ്റൊരു മനുഷ്യാവകാശ ഗ്രൂപ്പായ നാഷണൽ യൂണിയൻ ഫോർ ഡെമോക്രസി ഇൻ ഇറാൻ സോൾട്ടാനിയുടെ വധശിക്ഷ തടയാൻ രാജ്യാന്തര പിന്തുണ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭം ശക്തമായ ഇറാനിൽ സൈനികമായ ഇടപെടൽ ആലോചിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സൈനിക ഇടപെടൽ ഉൾപ്പെടെയുള്ള ശക്തമായ നീക്കങ്ങൾ ആലോചിക്കുന്നതായി ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഏറെ ഗൗരവത്തോടെയാണ് ഇറാനിലെ സ്ഥിതിഗതികൾ തങ്ങൾ നോക്കിക്കാണുന്നത്. ശക്തമായൊരു നീക്കം സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും, ട്രംപ് പറഞ്ഞു. ഇറാൻ നേതാവ് കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു. അവർ ചർച്ച ആഗ്രഹിക്കുന്നുണ്ട്. കൂടിക്കാഴ്ചയ്ക്കുള്ള സജ്ജീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനു മുമ്പേ ഞങ്ങൾ തീരുമാനം കൈക്കൊണ്ടേക്കാം, ട്രംപ് പറഞ്ഞു. ഇറാനിലെ സ്ഥിതിഗതികൾ US സൈന്യം നിരീക്ഷിച്ചു വരികയാണ്. ഓരോ മണിക്കൂറിലും ഇറാനിലെ സ്ഥിതിഗതികളെക്കുറിച്ച് തനിക്ക് വിവരം ലഭിക്കുന്നുണ്ടെന്നും ഒരു ലക്ഷ്യത്തിലേക്ക് തങ്ങൾ എത്തിച്ചേരുമെന്നും ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകി. അതേസമയം പ്രതിഷേധക്കാർക്ക് പിന്നിൽ ഇസ്രായേലും അമേരിക്കയുമെന്നാണ് ഇറാൻ ഭരണകൂടം ആരോപിക്കുന്നത്. ഈ രാജ്യത്തെ ആക്രമിച്ച അതേ ആളുകളാണ് നിലവിലെ അസ്വസ്ഥതയ്ക്ക് കാരണമെന്ന് ഇത്തരത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയാൻ പറഞ്ഞു. 2022 ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിൽ 22കാരി മഹ്സ അമീനിയെ സദാചാര പോലീസ് കൊലപ്പെടുത്തിയതിനെ തുടർന്നുണ്ടായ ജനകീയ പ്രക്ഷോഭത്തെക്കാൾ ആഴവും പരപ്പുമുള്ളതാണ് ഇപ്പോഴത്തെ പ്രതിഷേധം. അതിന്റെ സാധ്യത മുന്നിൽ കണ്ട് പഴയ ഇറാൻ ഭരണാധികാരികളായ പഹ്ലവി രാജ്യവംശത്തിലെ പുതുതലമുറക്കാരൻ റിഷ പഹലവിയും പ്രക്ഷോഭകർക്കൊപ്പം അണിനിരക്കുന്നുണ്ട്.